ലവ് മാരേജ് ഓർ അറേഞ്ച്ഡ് മാരേജ്? അല്ല, രണ്ട് ചെയ്താലും റിസ്ക് ഉണ്ട്. ലവ് കം അറേഞ്ച്ഡ് കം ഇതാണ് വേണ്ടത്. അങ്ങനെ മാരേജ് കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ. വരുണേ, നമ്മുടെ നാട്ടില് അറേഞ്ച്ഡ് മാരേജ് നടക്കുന്നുണ്ട്, ലവ് മാരേജ് നടക്കുന്നുണ്ട്. ഇപ്പത്തെ സിനാരിയോയില്, ഇംഗ്ലീഷ് കറക്റ്റ് അല്ലേ? വളരെ കറക്റ്റ്. സിനാരിയോയില് ഏതാണ് നല്ലത്? ലവ് മാരേജ് ആണോ അറേഞ്ച്ഡ് മാരേജ് ആണോ? എന്റെ ഒരു അഭിപ്രായത്തിലും അനുഭവത്തിലും അറേഞ്ച്ഡ് മാരേജ് എന്ന് പറയുന്നത് ഒരു പരിധി വരെ നല്ലതൊക്കെ തന്നെ. രണ്ടും ലവ് മാരേജ് അറേഞ്ച്ഡ് മാരേജ്. പക്ഷേ ബെറ്റർ മാരേജ് കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ. രണ്ട് ഓപ്ഷൻ തന്നു, ആ രണ്ട് ഓപ്ഷൻ എടുത്തില്ല. അതെ, മാരേജ് കഴിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞില്ല, ആരെ കല്യാണം കഴിക്കുന്നതിനേക്കാൾ ഉപരി നമുക്ക് എല്ലാവരും അവരവരുടെ ലോകത്തില് പെർഫെക്റ്റ് ആണ്. എന്റെ കാഴ്ചപ്പാടിൽ ഞാൻ പെർഫെക്റ്റ് ആണ്, മറ്റൊരു വ്യക്തിയുടെ കാഴ്ചപ്പാടിൽ പെർഫെക്റ്റ് ആണ്. പക്ഷെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാല് തമ്മിൽ ഒരു കോമൺ ബേസ് ഇല്ലെങ്കിൽ ഒന്നിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ എടുപിടി എന്ന് പറഞ്ഞൊരു കല്യാണം ഒരിക്കലും ഒരു മാട്രിമോണിയുടെ പേരിലും നടത്തരുത്. എടുപിടി എന്ന് പറഞ്ഞ ഒരു കാര്യങ്ങളും ഈവൻ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആള് ധൃതി പിടിക്കുവാണെങ്കിലും പരമാവധി ഞാൻ പറഞ്ഞല്ലോ, നമ്മള് ധൃതി പിടിക്കാണ്ട് നമ്മള് ആലോചിച്ച് തീരുമാനം എടുക്കുക. നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞു തന്നെ ശീലിക്കുക. അല്ലാതെ വീട്ടുകാർക്ക് വേണ്ടി കല്യാണം കഴിക്കരുത്. എനിക്ക് നമ്മള് അതിന് ഏറ്റവും കൂടുതൽ എടുത്ത് പറയാനുള്ളത്. മാത്രമല്ല എടുത്തു പറയേണ്ടത്, നമ്മൾ ഒത്തുപോകാൻ പറ്റിയില്ലെങ്കിൽ സെപ്പറേറ്റഡ് ആവുക അല്ലെ ഡിവോഴ്സ് ആവുക എന്നുള്ളത് ചിന്തിക്കുക. അത് ഇറ്റ്സ് നോർമൽ. അതല്ലാതെ ഒരു ജീവിതകാലം മുഴുവൻ അനുഭവിച്ചിട്ട് പിള്ളേരും എല്ലാം ആയി കഴിഞ്ഞിട്ട് എനിക്ക് പറ്റിയ ബന്ധമല്ല, നമുക്കങ്ങ് പിരിയാന്ന് പറഞ്ഞിട്ട് ആ നടുക്ക് കൊണ്ട് ആ കൊച്ചിനെ ഇടുന്ന പരിപാടി ശരിയല്ല. പറ്റില്ലെങ്കിൽ തുടക്കത്തിലേ പിരിഞ്ഞു പോവുക. അതല്ലാതെ കൊച്ചുണ്ടായിട്ടല്ല എല്ലാം ശരിയാവും. നാട്ടുകാരുടെ പ്രതി അല്ലെ നാട്ടുകാരും വീട്ടുകാർക്കും വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ട ഒരാവശ്യമില്ല. മാത്രമല്ല, ഇപ്പൊ ഒരു പെണ്ണ് വീട്ടിലേക്ക് തിരിച്ചു ചെന്നു, അവരെ ഇങ്ങനെ പറഞ്ഞ് കൺവിൻസ് ചെയ്തേടാ മോളെ അങ്ങനെ പറ്റത്തില്ല, ഈ നാട്ടുകാർ പറയുന്നതൊക്കെ നാണക്കേടാ ഞങ്ങൾക്കെന്ന് പറഞ്ഞ് തിരിച്ച് ഭർത്തൃ വീട്ടിലേക്ക് പറഞ്ഞു വിടാനുള്ള ടെൻഡൻസി ഉള്ള മാതാപിതാക്കളുണ്ട്. അവരെ പറഞ്ഞ് കൺവിൻസ്, അവർക്ക് നല്ലൊരു കൗൺസിലിംഗ് കൊടുക്കണം. കാരണം ഓക്കെ, മോൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അത് കാര്യമുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഇടപെട്ട് അത് മാറ്റുക, വിട്ടേക്കുക. അതുപോലെ തന്നെ ഭർത്താവിനെ, ഒരുപാട് പുരുഷന്മാരും ഒരുപാട് സ്ട്രഗിൾസിലൂടെ പോകുന്നവരുണ്ട് ഇഷ്ടം പോലെ. പിന്നെ വെറും മനുഷ്യത്വം കാണിച്ചതിന്റെ പേരിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് പുരുഷന്മാരും ഉണ്ട്. സ്ട്രഗിൾ ചെയ്ത് തീർച്ചയായിട്ടും ആ പുരുഷനും ഉണ്ടാവും, സ്ത്രീക്കും ഉണ്ടാവും. പിന്നെ നമ്മൾ ഈ ആഭ്യന്തര കുറ്റവാളി എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ട്? ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല പടമാണ്. ഞാൻ തിയേറ്ററിൽ പോയി. അത് കൃത്യമായിട്ട് പലയിടത്തും നടക്കുന്ന ഒരു കാര്യമാണ്. വെറുതെ പ്രതിക്കൂട്ടി ഒരു പുരുഷനെ കയറ്റി നിർത്തിയിട്ട് അവരുടെ കാര്യങ്ങളും എല്ലാം വാദിച്ച്, അതായത് സ്വന്തം തെറ്റ് മറയ്ക്കാൻ വേണ്ടിയിട്ട് ഓരോ സ്ത്രീകള് പുരുഷന്മാരെയും പ്രതിക്കൂട്ടിലാക്കിയിട്ട് ഇങ്ങനെ. ശരിക്കും ആ പെൺകുട്ടിക്ക് മറ്റൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു ആഭ്യന്തര കുറ്റവാളിയിലെ നായികയ്ക്ക്. ജീവനാംശം ലക്ഷങ്ങളും കോടികളും ഒക്കെ എയിം ചെയ്തുണ്ടെങ്കിൽ, ഫെയിമും ക്യാഷും സംഭവങ്ങളും ഒക്കെ എയിം ചെയ്തിട്ടുള്ള ഒരുപാട് വിവാഹ തട്ടിപ്പുകാര് പൊതുവെ ഈ സമൂഹത്തിൽ ഉണ്ട്. അപ്പൊ പലതരം കേസുകൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമ്മള് ഒരു സ്ത്രീ ആയതുകൊണ്ട് അവരുടെ പരിഗണന അല്ലെങ്കിൽ അവർക്കൊരു പ്രാധാന്യം ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ നിയമം മിസ്യൂസ് ചെയ്യുന്ന ഒരുപാട് പേര് ഇന്നത്തെ സമൂഹത്തിലുണ്ട്. അത് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഇത്രയും ഒരുപാട് സിറ്റുവേഷൻസ് ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും മാരേജ് എന്ന് പറയുന്നത് വേണമോ വേണ്ടായോ എന്നുള്ളതോ, അല്ലെങ്കിൽ ഈ കറക്റ്റ് ആള് തന്നെയാണോ, ഇനിയിപ്പോൾ അത് ഒത്തുപോയില്ലെങ്കിൽ ഒത്തുപോവാത്തവർ പിരിയുക എന്നുള്ളത് തന്നെയാണ്. അല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു കൂടുതൽ ഇമോഷൻ, എൻ്റെ ലൈഫ് സ്പോയിലായി, എൻ്റെ കൺസെപ്റ്റ് തീർന്നു, എൻ്റെ അങ്ങനെയാണ് തീർന്നു, അങ്ങനെയല്ല. ഒരു ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ആർക്ക് വേണ്ടിയിട്ടാണ്, എന്തിനു വേണ്ടിയിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്? അഡ്ജസ്റ്റ്മെന്റ് അല്ലല്ലോ. ഒരു മനസ്സിലാക്കി പോകാൻ ഓക്കെ അല്ലെങ്കിൽ വിട്ടുകളയുക. ഇതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. അറ്റ് ദി എൻഡ് നമ്മുടെ മനസമാധാനമാണ് ഏറ്റവും വലുത്. സത്യം, അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്. എന്റെ ഒരു ഞാൻ ഇത് പറഞ്ഞ മനസമാധാനം ഏറ്റവും എന്റെ നമ്മുടെ ഫസ്റ്റ് ടൈമിലുണ്ടല്ലോ, ഒരു 20-24 വയസ്സ് വരെ എനിക്ക് നമുക്ക് പ്രേമിച്ച് നടക്കുക അങ്ങനെയുള്ള ഇതൊക്കെ ആയിരുന്നു. പക്ഷെ ഒരു 25 കഴിഞ്ഞപ്പോൾ മാറ്റം വന്നു. എങ്ങനെയാ വെച്ചാൽ നമുക്ക് നമ്മുടെ മനസമാധാനമാണ് ഏറ്റവും വലുത് എന്നൊരു സംഭവം എനിക്ക് തോന്നി. റെഡിയായോ? ആയോ ഏട്ടാ? ഓക്കെ. അപ്പൊ ഞാൻ പോവാണ്. അപ്പൊ മനസ്സമാധാനമാണ് ഏറ്റവും വലിയ സംഭവം എന്ന് എനിക്ക് മനസ്സിലായത് ഈ ടൈമിലാണ്. ഇപ്പൊ ഞാൻ അതിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കണം. നീ അങ്ങനെ തന്നെയല്ലേ? അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ പറയാൻ വന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഇപ്പത്തെ കാലഘട്ടത്തിലെ ഈ ഡൈവേഴ്സ് കേസുകൾ കൂടുതലല്ലേ? ആണ്. ഇപ്പം പെട്ടെന്ന് ഡൈവേഴ്സ് ആവുന്നുണ്ട്. മീൻസ് അപ്പം
നിന്റെ അഭിപ്രായം എന്താ? ഡൈവേഴ്സ് കേസ് നടക്കണതല്ല, ലവ് മാരേജ് ആണോ അറേഞ്ച്ഡ് മാരേജ് ആണോ കൺമണി പ്രിഫർ ചെയ്യണേ? അല്ല കൺമണി അല്ല, സാനി പ്രിഫർ ചെയ്യുന്നത്. അല്ല, രണ്ട് ചെയ്താലും റിസ്ക് ഉണ്ട്. അത് വ്യക്തികൾ തമ്മിൽ ഉള്ളൊരു, അല്ലെങ്കിൽ ലിവിങ് ടുഗദർ ആണോ, അല്ലെങ്കിൽ കല്യാണമേ വേണ്ട അങ്ങനെയാണോ? അത് നമ്മുടെ ലൈഫിൽ കിട്ടുന്ന മൂഞ്ചിലനുസരിച്ചിരിക്കും. മൂഞ്ചില് അതനുസരിച്ചിരിക്കും. ചിലർക്ക് വിചാരിക്കും ഇനി ഒരു കല്യാണം കഴിക്കണ്ട, ലിവിങ് ടുഗദർ മതി എന്ന് വിചാരിക്കുന്നവരുണ്ട്. ചിലര് കല്യാണേ വേണ്ട, ആണേ വേണ്ട, പെണ്ണേ വേണ്ട എന്ന് വിചാരിച്ച് ജീവിക്കുന്നവരുണ്ട്. നീ എങ്ങനെയാണ്? എനിക്കൊരു കല്യാണം വേണം. നീ ലൈഫ് പാർട്ട്ണർ തെരഞ്ഞെടുക്കുമ്പോ എങ്ങനെ തെരഞ്ഞെടുക്കുക? എന്ത് സ്വഭാവം ഉള്ളവരെന്നാണോ? മീൻസ് ലൈഫ് പാർട്ട്ണർ തെരഞ്ഞെടുക്കുമ്പോ ലവ് മാരേജ് ആണോ അറേഞ്ച്ഡ് മാരേജ് ആണോ നോക്കുക? ലവ് മാരേജ് ആയിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ലവ് മാരേജ്. അത് ഞാൻ ചോദിക്കട്ടെ, ഇപ്പത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവമാണ് ലിവിങ് ടുഗദർ. ലിവിങ് ടുഗദർ ചെയ്തിട്ട് കല്യാണം കഴിക്കുന്നതാണോ, അല്ലെങ്കിൽ ലിവിങ് ടുഗദർ ചെയ്ത് ലവ് മാരേജ് ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ അറേഞ്ച് മാരേജ് ചെയ്യുന്നതാണോ ഇഷ്ടം? കറക്റ്റാ. മീൻസ് അറേഞ്ച് ലവ് മാരേജ് ഇഷ്ടമാന്ന് പറഞ്ഞു. ഇപ്പത്തെ കാലഘട്ടത്തിൽ കുറെ ആൾക്കാർ പറഞ്ഞു ലവ് മാരേജ് ആണെങ്കിൽ പോലും നമ്മൾ അറേഞ്ച് ലിവിങ് ടുഗദർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കണം ഒരാളെ കുറച്ചു കാലം നമ്മുടെ കൂടെ നിൽക്കും. അപ്പൊ അതാണോ താല്പര്യം? എനിക്ക് എന്റേതാണ് പറയണേ, പേഴ്സണലി എനിക്ക് അതിനോട് താല്പര്യമില്ല. ലിവിങ് ടുഗദറിനോട് താല്പര്യമില്ല. എനിക്കൊരു സംഭവം റിലേഷൻ പ്രേമിക്കുകയാണെങ്കിൽ ഒരു 3 കൊല്ലം റിലേഷനിലായി, ഒരു 4ാം കൊല്ലം മനസ്സിലാക്കി, ഇത്രയും കൊല്ലം വേണ്ട, ഇത്രയും ഇതിനേക്കാളും കൊല്ലം വേണം ഒരാളെ മനസ്സിലാക്കണമെങ്കിൽ ഞാൻ വിചാരിക്കുകയാണ്. പക്ഷെ ഒരു കുറച്ച് നാൾ പ്രണയിച്ച ആളെ മനസ്സിലാക്കി നമുക്ക് പറ്റുന്ന ഒരാളാണെങ്കിൽ പെട്ടെന്ന് തന്നെ എൻഗേജ്മെന്റ് നടത്തി കുറച്ച് നാൾ കഴിയുമ്പോൾ വിവാഹത്തിലോട്ട് പോവാ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അപ്പൊ നിനക്ക് ലവ് മാരേജ് ആണ് താല്പര്യം? അതെ, കൂടുതലും താല്പര്യം. എന്റെ ഒപ്പീനിയൻ ഞാൻ പറയുന്നതാണ്, ബാക്കി എല്ലാവരും ഒപ്പീനിയൻ നമുക്ക് എടുക്കണം. ഓക്കെ, എല്ലാവരും ഒപ്പിയെടുക്കണം. ഇത് ബായി അല്ല, ഇനി കുറെ വീഡിയോസിന് കൂടെ ആഡ് ഓൺ ചെയ്യുന്നതാണ്. കുറെ വീഡിയോസ് ഒക്കെ ഉണ്ട്. ബൈ. ഞങ്ങളൊരു ഷോട്ട് കഴിഞ്ഞ് വന്ന കേട്ടോ. ഫസ്റ്റ് ഷോട്ട് കഴിഞ്ഞു. ഞങ്ങൾ ഫസ്റ്റ് ഫുഡ് കഴിക്കണം, വിശന്നിട്ട് വയ്യ. എനിക്ക് അറിഞ്ഞൂടാ. ഒരാൾ എന്റെ അടുത്ത് വന്നാണ് വ്ളോഗ് എടുക്കണം. വ്ളോഗ് അല്ല, ഇൻസ്റ്റയിലേക്ക് റീൽസ് ആണോ വേണ്ടേ? റീൽസ് ആണോ? കട്ടയില്ല. എന്താ വേണ്ടെന്ന് പറ. കട്ട് ചെയ്യണോ? എന്ത് തരും? ഫുഡ് തരാം. ലവ് മാരേജ് ഓർ അറേഞ്ച്ഡ് മാരേജ്? ലവ് ആണ് ആഗ്രഹം, പക്ഷെ വീട്ടുകാർ സമ്മതിക്കുമെന്ന് അറിയില്ല. അല്ല, ഇപ്പത്തെ ഒരു കാലഘട്ടത്തിൽ ഏതിനാണ് പ്രിഫർ ചെയ്യണേ? അറേഞ്ച്ഡ് മാരേജ് ഫാമിലി ആയിട്ട് സമ്മതിക്കുന്നതാണോ, അല്ലെങ്കിൽ ഒരാള് നമ്മൾ കണ്ടെത്തുന്നതാണോ താല്പര്യം? അല്ലല്ല, വീട്ടുകാർ കണ്ടെത്തി കഴിഞ്ഞാൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ വീട്ടുകാരുടെ പെടലി വെക്കാല്ലോ. നല്ല ഐക്യം ഉപയോഗിച്ചിട്ടുള്ള ഉത്തരം. അതെ. അപ്പൊ അറേഞ്ച്ഡ് മാരേജ് ആണ് നോക്കണേ? അതെ, അറേഞ്ച്ഡ് പ്ലസ് ലവ്. കഴിഞ്ഞോടാ ഷോർട്ട്. പാഞ്ചന ചേച്ചിക്ക് അറേഞ്ച്ഡ് മാരേജ് താല്പര്യം, ഇൻട്രസ്റ്റ് ഉള്ള ഡി എം ഐ ചെയ്യാന്ന്. ലവ് പ്ലസ് അറേഞ്ച്. അമ്മേ, ലവ് മാരേജ് ആണോ അറേഞ്ച്ഡ് മാരേജ് ആണോ ലിവിങ് ടുഗദർ ആണോ പ്രിഫർ ചെയ്യണേ ഈ കാലഘട്ടത്തിൽ? ഒറ്റ മിനിറ്റ്, ഒരു വീഡിയോ. ലവ് മാരേജ് ആണോ അറേഞ്ച്ഡ് മാരേജ് ആണോ ലിവിങ് ടുഗദർ ആണോ? പറ. ലവ് കം അറേഞ്ച്ഡ് കം ലിവിങ് ടുഗദർ, ഇതാണ് വേണ്ടത്. അങ്ങനെ വേണം. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ തന്നെ ആയാലേ നമുക്ക് മുന്നോട്ടേക്ക് ജീവിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇപ്പൊ ലവ് ആണെങ്കിലും നേരെ പോയിട്ട് ലവ് ചെയ്തിട്ട് ഒരു മാസം ലവ് ചെയ്യുക, അത് കഴിഞ്ഞ് കല്യാണം കഴിക്കുക, അത് കഴിഞ്ഞ് ഒരു 10 ദിവസം അല്ലെങ്കിൽ ഒരു 10 മാസം നിന്നിട്ട് ഡിവോഴ്സ് ചെയ്യുക, ഇതാണ് ഇപ്പൊ നടക്കുന്നത്. പക്ഷെ ലവ് ചെയ്യുക, വീട്ടിൽ സംസാരിക്കുക, അപ്പൊ അറേഞ്ച്ഡ് മാരേജ് ആകും. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നാൾ ഒന്നിച്ച് ജീവിച്ചിട്ട് പറ്റില്ലെങ്കിൽ അത് വിട്ടേക്കുക, കല്യാണം വരെ എത്തിക്കേണ്ട ആവശ്യമില്ല. ഞാൻ അങ്ങനെയാണ്, എന്റെ ലൈഫ് അങ്ങനെയാണ്. അതുപോലെ പക്ഷെ ഇപ്പൊ ഞാൻ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. രണ്ടുപേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് എന്റെ സ്വന്തം ലൈഫിൽ അങ്ങനെ വേണം. അതാണ് ഏറ്റവും ബെറ്റർ. അങ്ങനെയാണ് എന്റെ വീട്ടുകാർക്ക് രണ്ടുപേരും. എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ലിവിങ് ടുഗദർ ആണ് ആദ്യം വേണ്ടത്. മീൻസ് പ്രേമിച്ച് ലിവിങ് ടുഗദർ ചെയ്തിട്ട് വേണം അറിഞ്ഞിട്ടോ. പക്ഷെ നമ്മുടെ സമൂഹത്തിന്റെ ചിന്താഗതി മാറാത്തോണ്ടാണ്. കാരണം ഇപ്പൊ ലിവിങ് ടുഗദർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാരുടെ ചിന്താഗതി മൊത്തം മാറി. പക്ഷെ ഇപ്പത്തെ കാലഘട്ടം മൊത്തത്തിൽ മാറിയത് ഇവരാരും അറിയില്ല. അതാണ്. അതെ, ഇപ്പൊ എന്താ പറയുക, ഞാൻ പറയാം, സമൂഹത്തിന്റെ ചിന്തയിൽ എന്താ വെച്ചാല് അവള് ലിവിങ് ടുഗദർ ചെയ്തിട്ട് ആ ചെക്കനെ ഒഴിവാക്കി, അല്ലെങ്കിൽ അവളെ ഒഴിവാക്കിയ സംഭവം വരിക. സത്യത്തിൽ പറഞ്ഞാൽ രണ്ടാളും കൂടെ നിന്ന് നോക്കിയിട്ട് ഇപ്പൊ ഡൈവേഴ്സിന്റെ കേസ് ഇഷ്ടം പോലെ വരിക. അപ്പം നമ്മളെ കൂടെ നിന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ ഒരാളെ. എന്നാലും പൂർണ്ണമായിട്ട് മനസ്സിലാവില്ല, എന്നാലും കൂടെ നിന്ന് മനസ്സിലാക്കിയിട്ട് മുമ്പോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. സ്വന്തം ലൈഫിൽ ഇത് പ്രയോഗിച്ചിട്ടുണ്ട്.
സ്വന്തം ലൈഫിൽ ഇങ്ങനെയാണ് നടന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയ്ക്കും ഇതായിട്ട് എനിക്ക് സംസാരിക്കാൻ ഒരു പറ്റുന്നത്. കൊച്ചുണ്ട് കേട്ടോ, എനിക്ക് 9 വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട്. അപ്പൊ ഞങ്ങൾ ഹാപ്പി ആയിട്ട് സന്തൂർമ്മയാണ് ഞങ്ങളെ കൂട്ടത്തില്. വഴക്കൊക്കെ ഉണ്ടാവും, പക്ഷെ എല്ലാവരും ലൈഫിലും വഴക്കുണ്ടാവില്ലേ? അതെ അതെ, വഴക്കില്ലാത്ത ലൈഫ് ഏതെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ഇല്ല ഇല്ല. അപ്പൊ എപ്പോഴും പക്ഷെ ഈ പറയുന്ന പോലെ സമൂഹത്തിനെ നോക്കി നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല കേട്ടോ. ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. നമ്മൾ സമൂഹം അവരാണ് നമുക്ക് ചെലവിനിർത്തേ അല്ലല്ലോ. നമുക്ക് ജീവിക്കണം അല്ലെ? ദൈവം നമുക്ക് നമ്മുടെ ഭൂമിയിലേക്ക് അല്ല, നമ്മളിപ്പോ ഒരു അറേഞ്ച്ഡ് മാരേജ് ചെയ്തിട്ട് ഒരാളെ വീട്ടിൽ പോയി അവിടേക്ക് പറ്റിയില്ല, എന്നിട്ട് തല്ലും പിടിയും നായിട്ടും ആണെക്കാട്ടി നല്ലത് നമുക്ക് പറ്റിയാൽ നമ്മൾ കണ്ടെത്തുക, എന്നിട്ട് കൂടെ നിന്ന് മനസ്സിലാക്കണമെന്നാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് കല്യാണത്തിലേക്ക് പോകാൻ നല്ലത്. കാരണം ഇപ്പൊ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരാളായാലും ഇഷ്ടപ്പെടുമ്പോൾ ഒരു ഫേസ് അല്ല കുറച്ച് കഴിഞ്ഞിട്ടുള്ള, പിന്നെ കല്യാണത്തിലെത്തി ഒരുമിച്ച് നിൽക്കുമ്പോഴേ അവർക്ക് മനസ്സിലാവുള്ളൂ എങ്ങനെയാണ് എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ. അപ്പം എന്റെ ഒരു അഭിപ്രായത്തിലും ഇതാണ് സംഭവം. കൂടെ നിന്നാൽ മാത്രമേ പ്രേമല്ല ഉണ്ടാവും. അപ്പം കൂടെ നിൽക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടി റിയാലിറ്റിയിലേക്ക് എത്തും. അപ്പം ഏറ്റവും നല്ലത് ഒരു ടൈം കൊടുത്തിട്ട് ഒരു ഇപ്പോ ലിവിംഗ് ആണെങ്കിൽ മീൻസ് ഇപ്പൊ ലവ് ചെയ്യുക, വീട്ടിൽ സംസാരിക്കുക, ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് നാൾ ഒന്നിച്ച് ജീവിച്ചു നോക്ക്. എന്നിട്ട് വന്ന് നമുക്ക് കല്യാണത്തിലേക്ക്, എന്നിട്ട് വന്ന് നമുക്ക് കുട്ടികൾ എന്ന് ചിന്തിച്ചാൽ ഏറ്റവും ബെസ്റ്റ് ആണ്. സത്യം. പക്ഷെ നമ്മുടെ സമൂഹത്തില് അത് ആപ്ലിക്കബിൾ ആവുമെന്ന് അറിയില്ല. നമ്മുടെ നാട്ടിൽ കേട്ടോ നോക്കാം, മാറണം. ഇപ്പൊ മാറി വരുന്നുണ്ട്, ഒരുപാട് മാറിയിട്ടുണ്ട്. അതെ, മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യാം അല്ലേ?